ഈ പാമ്പേഴ്സ് ഡിസ്പോസ് ചെയ്യൽ ഭയങ്കര തലവേദന പിടിച്ചൊരു കാര്യമായിട്ടുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിലത്തെ ജെല്ലൊക്കെ കളഞ്ഞിട്ട് അതിന്റെ ബാക്കി ഭാഗം ഞാൻ മുകളിൽ ടെറസിൽ കൊണ്ടുവന്ന് ഉണക്കാൻ വേണ്ടി വെച്ചിട്ട് അതെടുത്ത് കവറിലിട്ട് വെച്ചേക്കട്ടെ. അപ്പൊ കൂടെ അവനെയും ഉണ്ണീനെയും എടുത്തിട്ട് ഞാൻ പോന്നു മുകളിലേക്ക്. മുകളിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ മരങ്ങളില്ല, ഫുള്ള് വെയിൽ ടെറസുമ്മയ്ക്ക് അടിക്കുക. അപ്പൊ അത് കാരണം വേഗം ഉണങ്ങി കിട്ടിക്കോളും, നിലം നല്ല ചൂടുള്ളത് കൊണ്ട് കേട്ടാ. അപ്പൊ കുറച്ച് നേരം കഴിഞ്ഞത് ആദ്യത്തിന് അവിടെ കാക്കേനെ വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അച്ഛൻ വന്നപ്പോ ഞങ്ങള് താഴത്തേക്ക് ഇറങ്ങുക കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ കൂടെ ഇവൻ അമ്മേനെ വിളിക്കാനായിട്ട് വണ്ടിയിൽ പോവാറുണ്ട്. ഇപ്പൊ 2-3-4 ദിവസമായിട്ട് ഇപ്പൊ സ്ഥിരം പരിപാടിയാണ്. ഞങ്ങൾ ആദ്യം ഇവനെ മറ്റേ ബേബി കരിയറിലാണ് കൊണ്ടുപോയിരുന്നത്. അതിൽ തന്നെയാണ് അച്ഛനും ഇട്ടിട്ട് പോവാറ്. പക്ഷെ ഇപ്പൊ അവത്തിരി കുറച്ച് ഹൈറ്റ് ഒക്കെ വെച്ച കാരണം നമുക്ക് ബേബി കരിയറിൽ ഇരിക്കാനൊക്കെ പറ്റും. ഇരിക്കാൻ പറ്റാണ്ടൊന്നല്ല, ഇപ്പം വണ്ടിയിൽ നിന്നു തുടങ്ങി. അപ്പൊ അത് കാരണം ഇപ്പൊ അച്ഛൻ വന്ന വഴിക്ക് വണ്ടിയിലത്തെ സാധനങ്ങളൊക്കെ മാറ്റണതിന് മുന്നേ അവൻ വണ്ടിയിൽ കയറാൻ വേണ്ടിട്ട് നിൽക്കുക. കണ്ടില്ലേ, വണ്ടിയിൽ പൊത്തിപ്പിടിച്ച് കയറാൻ നിൽക്കുക. കൊണ്ടുപോയി ഇല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുള്ള കയറി നിപ്പാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ എങ്ങടെയെങ്കിലും യാത്ര പോകാനായിട്ട് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ ഒരു മൈൻഡും ഉണ്ടാവില്ല കേട്ടാ. അവനിങ്ങനെ യാത്ര പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ ദേ വണ്ടിയൊക്കെ എടുത്തിട്ട് പോയിവിടുന്നു. പിന്നെ 5 മിനിറ്റ് ദൂരമുള്ളൂ കേട്ടോ മണ്ണുത്തിക്ക്. അപ്പൊ പിന്നെ വേഗം പോയിട്ട് വരും. നമ്മൾ അത്ര ദൂരത്തേക്ക് നിർത്തി കൊണ്ടുപോയിട്ടില്ല കേട്ടാ. അപ്പൊ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ് അവനെ കൊണ്ടുപോകാനായിട്ട്. പക്ഷെ എന്നാലും ശ്രദ്ധിച്ചു കൊണ്ടുപോകും. അത് കാരണം അപ്പൊ ടാറ്റയൊക്കെ തന്നിട്ട് എനിക്ക് പോവാട്ടാ കുട്ടി.